തിരുവോണത്തിന് സദ്യയൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ വലിയവരും കുട്ടികളും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാനും എൻ്റെ നാത്തൂനും തമ്മിലുള്ള വാശിയേറിയ കസേര കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുട്ടികളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ 4 പേരും കൂടെ അങ്ങനെ കളിക്കുന്ന സമയത്ത് ഇവിടെ ഉച്ചിയിൽ പൂവും വെച്ച് പട്ടുപാവടായിട്ട് കൈ കൊട്ടി നിൽക്കുന്നതാണ് എൻ്റെ ചിപ്പുട്ടി എന്ന് പറയാം. ചിപ്പുട്ടിക്ക് 14 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആൾ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഏത് പാട്ടിൻ്റെ ബീറ്റ് കേട്ടാലും കൈകൊട്ടി കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ കസേര കളി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യകൂട്ടനാണ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും 3 പേരിങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മുടെ അപ്പുട്ടി ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ ജയിക്കുമോ പട്ടുപാവട ജയിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത റൗണ്ട്. അങ്ങനെ അവസാനം നമ്മൾ പാട്ട് നിന്ന സമയത്ത് നമ്മുടെ പട്ടുപാവട കുട്ടിയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫൈനലായി പട്ടുപാവട കുട്ടിയും ഈ സാരി കൊടുത്ത ഞാനും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ നമ്മുടെ പട്ടുപാവട കുട്ടിയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊട്ടൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സുന്ദരി വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കാരണം ഞാൻ തന്നെയാണ് പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നാത്തൂരാണ് പൊട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊട്ട് കുത്തലൊക്കെ കളിച്ച ശേഷം നമ്മുടെ ചിപ്പുട്ടിയുടെ ഊഞ്ഞാല അട്ടത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ ഓണപരിപാടികൾ കലാപരിപാടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബൈ.